നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിൽ ഹ്യുണ്ടായി ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. ഇവിടെ കുറേ പുതിയ താരങ്ങൾ, അതായത് പുതിയ താരങ്ങൾ എന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവൽ താരങ്ങൾ എന്നാണ് വിളിക്കേണ്ടത്, അവയെല്ലാം നിരത്തിയിട്ടിരിക്കുകയാണ്. എന്താണ് ഫെസ്റ്റിവൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ദീപാവലി വരികയാണ്. നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളുടെ കാലമാണിനി. ഇപ്പോൾ നമ്മുടെ ഒരു ഓണമൊക്കെ കഴിഞ്ഞു പോയെങ്കിലും അതൊന്നും വാഹന നിർമ്മാതാക്കളെ സംബന്ധിച്ച് വലിയൊരു ഫെസ്റ്റിവൽ അല്ല. കാരണം നമ്മുടെ ചെറിയൊരു സംസ്ഥാനത്ത് ഒതുങ്ങി നിൽക്കുന്ന ആഘോഷങ്ങളാണത്. പക്ഷേ ദീപാവലി അങ്ങനെയല്ല, ഇന്ത്യ മുഴുവൻ ആഘോഷിക്കപ്പെടുന്ന ഒരു ആഘോഷമാണ് ദീപാവലി. അപ്പോൾ അവിടത്തേക്ക് വേണ്ടി കുറേ വാഹനങ്ങളുടെ സ്പെഷ്യൽ എഡിഷനുകളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് ഹ്യുണ്ടായി. അവയൊക്കെയാണ് നമ്മളിപ്പോൾ പിൻഭാഗത്ത് ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഓരോ വാഹനങ്ങളായിട്ട് നമുക്കൊന്ന് കാണാം. ക്രെറ്റ തൊട്ട് വെന്യൂ വരെയുള്ള എല്ലാ വാഹനങ്ങൾക്കും ഉണ്ട് സ്പെഷ്യൽ എഡിഷൻ. അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നോക്കി വയ്ക്കാമേ. ഒന്ന് ക്രെറ്റ കിങ് ലിമിറ്റഡ് എഡിഷൻ, അതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊന്നുള്ളത് ക്രെറ്റ കിങ്ങിൻ്റെ നൈറ്റ് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് എഡിഷനുണ്ട്. പിന്നെ ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ നൈറ്റ് എഡിഷനുണ്ട്, അതും ബ്ലാക്ക് തന്നെ. അൽക്കസാർ നൈറ്റ് ഉണ്ട്, പിന്നെ i20 നൈറ്റ് ഉണ്ട്, കൂടാതെ എക്സ്റ്ററിൻ്റെ പ്രോ പാക്ക് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് കൂടി വന്നിട്ടുണ്ട്. ഇത്രയുമാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ വന്നിരിക്കുന്ന വേരിയൻറ്റുകൾ. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് കാണാം. വലിയ വ്യത്യാസങ്ങളൊന്നും അല്ല ഉള്ളത്, കുറച്ച് ചെറിയ എസ്തെറ്റിക് ചേഞ്ചസ്, അതുപോലെ തന്നെ ബ്ലാക്ക് എഡിഷനുകൾ അതൊക്കെ തന്നെയാണ് കാണാനുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് കാണാം. ആദ്യമായിട്ട് ഈ കിടക്കുന്ന ക്രെറ്റയുടെ കിങ് എന്ന് പറയുന്ന സ്പെഷ്യൽ എഡിഷൻ. നമുക്കറിയുന്ന പോലെ ക്രെറ്റയാണ് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന മിഡ് സൈസ് SUV എന്ന് പറയുന്നത്. ആ പിൻഭാഗത്ത് എഴുതിയിട്ടുണ്ട് 10 years of ക്രെറ്റ. അത് 1,000,000 ഡ്രീംസ് എന്നാണ് പറയുന്നത്. 10 ലക്ഷം ക്രെറ്റകൾ വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്രെറ്റയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ വന്നിരിക്കുന്ന കിങ് എന്ന് പറയുന്ന എഡിഷനിലെ മാറ്റങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കിങ്ങിൻ്റെ ലിമിറ്റഡ് എഡിഷനാണ്. പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് അലോയ് വീലിൻ്റെ ഒരു പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത്. 18 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീല്, ബ്ലാക്ക് എഡിഷൻ, ബ്ലാക്ക് നിറത്തിൽ വന്നിരിക്കുന്നു. അതിൽ റെഡ് അലോയ് വീല് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ബാക്കി ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ എല്ലാം സംഭവിച്ചിരിക്കുന്നത് ഇൻറ്റീരിയറിലാണ്. മുൻഭാഗത്ത് ഫുൾ ബ്ലാക്കാണ് ഗ്രില്ലൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ ഒരു LED സ്ട്രിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് എടുത്തു നിൽക്കുന്നുണ്ട്. താഴെയായിട്ട് LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഡീസലിലും അതുപോലെ തന്നെ പെട്രോളിലും 2 വേരിയൻറ്റിലും ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ വന്നിട്ടുണ്ട്. എങ്കിലും കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഉള്ളിലായതുകൊണ്ട് നമുക്കൊന്ന് ഉൾഭാഗത്ത് കയറി നോക്കാം. അപ്പോൾ കിങ് എഡിഷൻ ഉൾഭാഗത്ത് കയറുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട മാറ്റം കീ ഫാബിൻ്റെ രൂപത്തിൽ നമ്മളെ കാത്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഫീഡ്ബാക്കാണ്. അതിൽ കീ ഫാബ് ഓക്കെ, കിങ് എഡിഷൻ എന്നുള്ള ബാഡ്ജിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഫ്ലോർ മാറ്റിലേക്ക് വരുമ്പോഴും കിങ് എഡിഷൻ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സീറ്റ് ബെൽറ്റിലും കൊടുത്തിട്ടുണ്ട് കിങ് എഡിഷൻ എന്നുള്ള ആ ഒരു ബാഡ്ജിങ്. അതുപോലെ സീറ്റിനൊക്കെ കുഷനിങ് ഒക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ബിൽറ്റിനായിട്ടുള്ള ഡാഷ് ക്യാം കൊടുത്തിരിക്കുന്നു. കൂടാതെ വയർലെസ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്ന, എപ്പോഴും നമ്മൾ ക്രെറ്റയിൽ കാണുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ പ്രധാനമായിട്ടും 8-way അഡ്ജസ്റ്റബിൾ പാസഞ്ചർ സീറ്റാണ് നമ്മൾ അവിടെ കാണുന്നത്. പിന്നെ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ സാധാരണ ക്രെറ്റയിൽ ടോപ്പ് എൻഡിലൊക്കെ കാണുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് പിൻഭാഗത്തിൽ നോക്കാം. പിൻഭാഗത്തും കുറച്ച് കാര്യങ്ങൾ കാണിക്കാനുണ്ട്. പിൻഭാഗത്തിരിക്കുമ്പോൾ നമ്മളെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് ഈ കാണുന്ന ഒരു ഫ്ലോർ മാറ്റ് തന്നെയാണ്. അതിലും കിങ് എംബ്ലത്തിൻ്റേതായിട്ടുള്ള കിങ് എഡിഷൻ്റേതായിട്ടുള്ള ചില നിറങ്ങളും മറ്റും കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെയുള്ള മനോഹരമായ ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു, നല്ല കുഷ്യനുള്ള ഹെഡ് റെസ്റ്റ്. അതിലും കിങ് എഡിഷൻ എന്നുള്ള ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കപ്പ് ഹോൾഡറും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഉള്ളത് 2 ട്രേകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിൽ കപ്പ് ഹോൾഡറുമുണ്ട്, കൂടാതെ ലാപ്ടോപ്പൊക്കെ വയ്ക്കാവുന്ന ആ ഒരു ട്രേയും കൊടുത്തിരിക്കുന്നു. പനോരമിക് സൺറൂഫ് പിൻഭാഗം വരെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കിങ് എഡിഷൻ്റെ പ്രത്യേകത. എന്തായാലും അത്ര കാണിച്ച സ്ഥിതിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളും, അതായത് മുൻഭാഗത്തെ സീറ്റൊക്കെ നമുക്ക് ഇലക്ട്രിക്കലി മുന്നിലേക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയുള്ള ഒരു ഗംഭീര വാഹനമാണ് ക്രെറ്റയുടെ കാര്യത്തിൽ 10 വർഷമായിട്ട് ഇതിങ്ങനെ തുടരുന്നതിൽ, ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വാഹനമായിട്ട് തുടരുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്കിനി അടുത്ത വാഹനത്തിലേക്ക് നീങ്ങാം. അപ്പോൾ കിങ് എഡിഷനോട് ഇവിടെ പറയുന്നതിന് മുമ്പ് കിങ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരൂ രാജാവാകൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ലോഗോയാണിത്. അപ്പോൾ ഇനി അവിടെ കാണുന്നത് ഏറ്റവും പുതിയ ക്രെറ്റ ഇലക്ട്രിക്കാണ്. ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെയും സ്പെഷ്യൽ എഡിഷനാണിൽ വന്നിരിക്കുന്നത്. ഇലക്ട്രിക് നൈറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ നൈറ്റ് എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും ഇത് ഫുൾ ബ്ലാക്ക് അല്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതായത് നൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ NIGST അല്ലല്ലോ, KNIGHT ആണ്. എന്ന് പറഞ്ഞാൽ പോരാളി അല്ലേ എന്നല്ല എൻ്റെ അർത്ഥം. എന്ന് പറയുമ്പോഴത്തേക്ക് അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെയാണ്. എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിലും പ്രധാനമായിട്ടും നമുക്ക് കാണാവുന്നത് 17 ഇഞ്ചിൻ്റെ ഈ ഒരു ബ്ലാക്ക് അലോയ് വീലാണ്. എയറോ വീൽ എന്നാണ് അതിനെ വിളിക്കേണ്ടത്. അതാണ് അവിടെ കാണുന്നത്. മുൻഭാഗത്തേക്ക് വരികയാണെങ്കിലും ഇവിടെ ലോഗോ എല്ലാം ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുകയാണ്. അത് ആ ഗ്രില്ലിനോട് ചേർന്ന് അങ്ങനെ ബ്ലാക്കായിട്ട് അവിടെ നിൽക്കുന്നു. മറ്റു ഭാഗങ്ങളിലൊന്നും വലിയ മാറ്റം പറയാനില്ല. സൈഡിലേക്ക് വരുമ്പോൾ സൈഡിൽ ഈ കാണുന്ന ഭാഗത്തൊക്കെ ബ്ലാക്ക് ഫിനിഷിൽ വന്നിരിക്കുകയാണ്.
പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ താഴെ കൂടി അങ്ങോട്ട് നീളുന്നുണ്ട്. അതുപോലെ തന്നെ മേൽഭാഗത്ത് ഈ ഒരു റൂഫ് റെയിലും അതിനും ബ്ലാക്ക് നിറം കൊടുത്തിരിക്കുന്നു. അതിന് പിയാനോ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ബ്ലാക്കും അതിൽ വന്നിരിക്കുന്ന റെഡ് ബ്രേക്ക് കാലിപ്പേഴ്സും വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ നൈറ്റ് എന്നുള്ള ആ ഒരു ലോഗോ വളരെ വലുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക് എന്നുള്ള ബാഡ്ജിങ്ങും പിന്നെ ഇവിടുത്തെ ലോഗോയും ഒക്കെ ഫുൾ ബ്ലാക്കിലായി മാറിയിട്ടുണ്ട്. താഴെ സ്കിഡ് പ്ലേറ്റും ഒക്കെ ഫുൾ ബ്ലാക്ക് ആക്കി. അങ്ങനെ താഴേക്കുള്ള ഭാഗങ്ങൾ ഫുൾ ബ്ലാക്ക്, മേൽഭാഗത്തേക്ക് വരുമ്പോൾ ബോഡി കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും മേൽഭാഗത്ത് ഈ ഒരു സ്പോയിലർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പിയാനോ ബ്ലാക്ക് ആയപ്പോൾ ഉള്ളൊരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. ഇനി ഇതിനുമുണ്ട് ഉൾഭാഗത്ത് മാറ്റങ്ങൾ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ, അതായത് ഇലക്ട്രിക്കിൻ്റെ നൈറ്റ് എഡിഷൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള ഇൻറ്റീരിയർ വന്നു എന്നുള്ളതാണ്. അതായത് പക്ഷേ റൂഫ് ഒഴിച്ച് ബാക്കിയെല്ലാം. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിലേക്ക് ബ്രാസ് എഫക്റ്റ് വന്നിട്ടുണ്ട്. ബ്രാസിൻ്റെ ലൈനുകളൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു പുതുമയാണ് എന്ന് പറയാം. ഉൾഭാഗത്ത് പല സ്ഥലത്തും ആ ഒരു ബ്രാസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു എന്താ ലൈറ്റിങ്ങിൽ അത് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടെ. ഇവിടെയൊക്കെ ബ്രാസാണ് ഈ കൊടുത്തിരിക്കുന്ന ഫിനിഷ് എന്ന് പറയുന്ന കാര്യം. വയർലെസ് ആപ്പിൾ പ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാഷ് ക്യാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് അവിടെ അത് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മൾ കറ്റ ഇലക്ട്രിക്കൽ കണ്ട കാര്യം തന്നെയാണ്. കറ്റ ഇലക്ട്രിക്കിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ട് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ്, അതുപോലെ ഡ്രൈവ് മോഡിൻ്റെ ഈ ഒരു സെലക്ടർ, അത്തരം കാര്യങ്ങളൊക്കെ രസകരമായിട്ടുണ്ട്. എന്തായാലും മഹീന്ദ്രയുടെയൊക്കെ പുതിയ EV-കൾ വന്നപ്പോൾ അല്പം ഒരു പിന്നിലേക്കായിപ്പോയി കറ്റ EV എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നന്നായിട്ട് വിറ്റുപോകേണ്ട ഒരു വാഹനം തന്നെയാണിത്. കാരണം എല്ലാ തരത്തിലുമുള്ള ഗംഭീരമായ ഫീച്ചേഴ്സും അതുപോലെ തന്നെ നല്ല റേഞ്ചും ഒക്കെ ഉള്ളൊരു വാഹനമാണിത്. അപ്പോൾ ഇനി പിൻഭാഗത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കാം. അപ്പോൾ പിൻഭാഗത്തേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ കാണുന്ന സീറ്റിൻ്റെ അപ്ഹോൾസ്ട്രിയിലുള്ള വന്നിരിക്കുന്ന മാറ്റം, അതുപോലെ തന്നെ അവിടെയും ചെറിയ ബ്രാസ് ഇൻസേർട്ടുകളൊക്കെ വന്നിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ വയർലെസ് ചാർജിങ് പാഡ് വന്നിരിക്കുന്നു പിൻഭാഗത്തും. അതൊരു നല്ല കാര്യമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. മറ്റ് കാര്യങ്ങൾ നമ്മൾ ഇലക്ട്രിക്കിൽ കണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ട്രേയും അതുപോലെ പിൻഭാഗത്ത് ഹാൻഡ് റെസ്റ്റും പോലുള്ള കാര്യങ്ങളും അതെല്ലാം തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. കൂടാതെ ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് എക്സ്റ്റീരിയറിലും കാര്യമായ മാറ്റങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നൈറ്റ് എഡിഷൻ, ഇലക്ട്രിക്കിൻ്റെ നൈറ്റ് എഡിഷനിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ. ഇനിയുമുണ്ട്, തീർന്നിട്ടില്ല. അടുത്ത മോഡലിലേക്ക് പോകാം. നമ്മൾ ആദ്യം കണ്ടത് ക്രെറ്റയുടെ കിങ് ലിമിറ്റഡ് എഡിഷനാണ്. നമ്മൾ ഇനി കാണുന്ന ക്രെറ്റ കിങ്ങിൻ്റെ നൈറ്റ് എഡിഷനാണ്. ഇത് ഫുൾ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. എല്ലായിടവും ബ്ലാക്ക്, ഈവൻ ലോഗോ പോലും ബ്ലാക്ക് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. മാറ്റ് ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് കാര്യം. പിന്നെ അലോയ് വീലിലേക്ക് വരുമ്പോഴാണ് പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നത്. ഫുൾ ബ്ലാക്ക് നിറമുള്ള അലോയ്, അതിൽ പതിവ് പോലെ റെഡ് കാലിപ്പർ കൊടുത്തിരിക്കുന്നു. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞ മാറ്റം കഴിഞ്ഞാൽ വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും നമുക്ക് പറയാനില്ല. അപ്പോൾ മാറ്റ് ഫിനിഷും അതുപോലൊപ്പം തന്നെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കൂടി ഇടകലർത്തി കൊടുത്തിരിക്കുന്ന രസകരമായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭംഗിയുമുണ്ട്. അപ്പോൾ മേൽഭാഗത്തേക്ക് പോകുമ്പോൾ പിയാനോ ബ്ലാക്ക്, മറ്റ് ഭാഗങ്ങളെല്ലാം മാറ്റ് ബ്ലാക്ക്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും കൊടുത്തിട്ടുണ്ട് നൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ലോഗോ ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഈവൻ ക്രെറ്റ എന്ന് പറയുന്ന ലോഗോ പോലും ബ്ലാക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഇൻറ്റീരിയറിലാണ് നമുക്കിനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ നോക്കാനുള്ളത്. കമൺ ബോയ്സ്. അപ്പോൾ ക്രെറ്റ കിങ്ങിൻ്റെ നൈറ്റ് എഡിഷനിൽ ഉൾഭാഗത്ത് ഫുൾ ബ്ലാക്കാണ് നമ്മൾ കാണുന്നത്. ഇവിടെ റൂഫിടെ ബ്ലാക്ക് ആക്കാമായിരുന്നു തോന്നി. മറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൽ 8 way അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മെമ്മറി ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോയും എല്ലാം വയർലെസ് ആയിട്ട് വന്നിരിക്കുന്നു. പിന്നെ 2 സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ സ്ലൈഡിങ് ആംറസ്റ്റ്, അതിൻ്റെ താഴെയായിട്ട് നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. പ്രധാനമായിട്ടും നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് മാറ്റങ്ങളായിട്ട് പറയാവുന്നത്. പിന്നെ നമുക്കറിയാമല്ലോ, അല്ലെങ്കിൽ തന്നെ ക്രെറ്റ എന്ന് പറഞ്ഞ ഫീച്ചർ റിച്ചാണ്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതിൽ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ചാർജിങ് പോയിൻറ്റുകളായാലും അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് പാഡ് പോലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഇതിലും ആകെ മനസ്സ് മടുപ്പിക്കുന്നു എന്ന് പറയുന്നത് ഈ ഒരു കീ ആണ്. കീ ഫാബ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്റ്റൈലിഷ് ആക്കണം. വർഷങ്ങളായിട്ട് ഹ്യുണ്ടായുടെ കീ ഫാബ് ഈ രീതിയിൽ തന്നെ തുടരുകയാണ്.
പിന്നെ ഒരു കാര്യമുള്ള സ്പേസാണ്. സ്പേസ് ഇഷ്ടം പോലെ സ്പേസാണ് ഉൾഭാഗത്തെല്ലാം. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ക്രെറ്റ എപ്പോഴും നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരു വാഹനമായിട്ട് തുടരുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പിൻഭാഗത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ നോക്കാം. ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷ്യൻ നമുക്ക് തരുന്നുണ്ട് പിൻഭാഗത്തെ സീറ്റിന്. പിന്നെ നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ് അല്ലെങ്കിൽ തന്നെ ക്രെറ്റയുടെ. അത് നമുക്ക് ഇവിടെയും കാണാം. ഇവിടെ വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിരിക്കുന്നു. കൂടാതെ 2 ട്രേകൾ അതും അവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാവുന്നത്. പിന്നെ ഇതിൻ്റെയും സീറ്റ് നമുക്ക് പാസഞ്ചർ സീറ്റ് മുൻഭാഗത്തേക്കൊക്കെ ഇങ്ങനെ നീക്കാം. നല്ല ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ക്രെറ്റയുടെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്ന കാര്യം വളരെ പ്ലസൻ്റാണ് ഇൻറ്റീരിയർ. നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയറാണ്, നല്ല പ്രൗഢമായ ഇൻറ്റീരിയറാണ്. അതുകൊണ്ട് തന്നെയാണ് ഫാമിലികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നത്. പിന്നെ പനോരമിക് സൺറൂഫ് അത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുള്ളൂ. അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ മാനുവലി ഉയർത്തി വയ്ക്കാവുന്ന സൺ ബ്ലൈൻഡ് ഉണ്ട്, അതും ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ പറയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് ക്രെറ്റയുടെ കിങ് എന്ന എഡിഷനിലെ കിങ് നൈറ്റ് എഡിഷനാണ് ഇപ്പോൾ കണ്ടത്. ഇനിയുമുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് അടുത്ത ഏതാ നോക്കട്ടെ, അങ്ങോട്ട് പോകാം. ഇനി കാണുന്ന സ്പെഷ്യൽ എഡിഷൻ ക്രെറ്റ കിങ് ആണ്. എനിക്കറിയാം ഇപ്പോൾ നിങ്ങൾക്കെല്ലാം വലിയ കൺഫ്യൂഷൻ ഉണ്ടായി കാണും. എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ അങ്ങേയറ്റത്ത് കണ്ടത് ഓരോന്നിൻ്റെ ഞാൻ പറഞ്ഞുതരാവേ. അങ്ങേയറ്റത്ത് നമ്മൾ കണ്ടത് ക്രെറ്റ കിങ് ലിമിറ്റഡ് എഡിഷൻ, അടുത്ത് കണ്ടത് ഇലക്ട്രിക്കിൻ്റെ നൈറ്റ് എഡിഷൻ, അടുത്തത് ക്രെറ്റ കിങ് നൈറ്റ്, ഇത് വെറും കിങ്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. 4 വേരിയൻസാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയാം, നമ്മുടെ പ്രേം നസീറിൻ്റെ സിനിമയിലെ മറവ് മാറ്റുന്നതല്ലേ, ഒരു മറവ് ഇവിടെ, അടുത്ത മറവ് ഇവിടെ. അപ്പോൾ CID നസീറായിട്ട് മാറുന്നു. അതിനുശേഷം പിച്ചക്കാരൻ നസീറാകുമ്പം ഇപ്പോഴത്തെ സൈഡിലേക്ക് മറവ് മാറ്റുന്നു. അത്രേ ഉള്ള കാര്യം. എങ്കിൽ പോലും ഇത്രയൊക്കെ പരീക്ഷകൾ നടത്തുന്നുണ്ടല്ലോ, അതിന് വലിയ കാര്യം. മറ്റൊരു കാര്യം ഞാനിപ്പോൾ ഇവരോട് പറയുമായിരുന്നു, ഇപ്പോൾ ഓണത്തിൻ്റെ കാര്യത്തിൽ ഓണത്തിലൊന്നും സ്പെഷ്യൽ എഡിഷൻ ഒന്നും കണ്ടില്ല, അത് മോശമാണ്. മലയാളികൾക്കും വേണം സ്പെഷ്യൽ എഡിഷൻ. ഞാനിപ്പോൾ ഇവിടെ കണ്ട മലയാളികളായ ഇവിടുത്തെ ഓഫീഷ്യൽസിനോട് പറയുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യം നമ്മൾ കാണുന്നത് ഇതിനകത്ത് പിയാനോ ബ്ലാക്ക് വളരെ കുറവാണ്, മാറ്റ് ബ്ലാക്കാണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. ഇവിടെയൊക്കെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നതെങ്കിലും മാറ്റ് ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ മറ്റൊരു കളർ വെളിയിൽ കിടക്കുന്നുണ്ട്, അതുകൂടെ നമുക്കൊന്ന് കാണാം. എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് പുതിയ 18 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വന്നിരിക്കുന്നതാണ്. ബ്ലാക്കും അതുപോലെ തന്നെ സ്റ്റീൽ ഫിനിഷും രണ്ടും കൂടിയാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. സൈഡിലൊന്നും അങ്ങനെ മറ്റു മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെയും പ്രധാനപ്പെട്ട മാറ്റം മറുകാണ്. മറുകെന്ന് പറയുന്നത് പിൻഭാഗത്ത് വന്നിരിക്കുന്ന മറുക്. ആ മറുകിൻ്റെ പേരെന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഈ ഒരു ബാഡ്ജിങ് ആണ്, കിങ് എന്ന് പറയുന്ന ബാഡ്ജിങ് ആണ്. ഇതാണ് മറ്റൊരു മാറ്റമായിട്ട് പറയാവുന്നത്. പിന്നെ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയുള്ള ഒരു രൂപം ഉണ്ട് എന്ന് തന്നെയല്ല. ഈ ഒരു മാറ്റ് ബ്ലാക്കും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ലൈറ്റ് ബീജ്, അതിൻ്റോടൊപ്പം തന്നെ ഇവിടെ ലൈറ്റ് ബീജ് അല്ലല്ലേ, ഇതൊരു സ്റ്റീൽ ഫിനിഷ് എന്ന് പറയാം, അലൂമിനിയം ഫിനിഷ്. അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കുന്ന പിയാനോ ബ്ലാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ചെയ്യുമ്പോഴത്തേക്കും രസമുള്ള ഒരു രൂപമായിട്ട് മാറുന്നുണ്ട്. ഇനിയിപ്പോൾ ഇൻറ്റീരിയർ നോക്കാം. ഇതിലും 8-way അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ഉണ്ട്, അതിൽ മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ള കാര്യങ്ങളുണ്ട്, ഡാഷ് ക്യാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ഇവിടെയും ഉണ്ട് ഒരു സ്ലൈഡിങ് ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സീറ്റിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് ഈ വെളിയിലെ കളേഴ്സുമായിട്ട് ചേരുന്ന രീതിയിൽ ഈ ഒരു ബീജും അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ആഷ് ഫിനിഷൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഉൾഭാഗത്ത് ഡ്യുവൽ ടോൺ ആണ്. അത് ഈ പറഞ്ഞ പോലെ ഈ സീറ്റിൻ്റെ അതേ കളേഴ്സ് തന്നെയാണ് ഡ്യുവൽ ടോൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സീറ്റിംഗ് പൊസിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ വാഹനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട USP എന്ന് വിളിക്കുന്നത്. അതെല്ലാം ഈ ഒരു വേരിയൻറ്റിൽ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെന്താണ്, മുൻഭാഗത്ത് ഇതൊക്കെ തന്നെയാണ്. ഈ ഒരു ഇത്തരം വ്യത്യാസങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ കാണാൻ പോകുന്നത് മറ്റ് വാഹനങ്ങളിലൊക്കെ മറ്റ് വേരിയൻസ് കണ്ട പോലെ തന്നെയുള്ള ട്രേ ഒക്കെയാണ്. അതെല്ലാം അവിടെ തന്നെ ഇരുന്ന് തന്നെ കാണാം. പിൻഭാഗത്ത് പതിവ് പോലെ 2 ട്രേ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ ചാർജിങ് പാഡ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ചാർജിങ് പോയിൻറ്റുകളുണ്ട്, നല്ല ആംറസ്റ്റുണ്ട്. ഡ്യുവൽ ടോൺ തന്നെയാണ് ഇവിടെയും സീറ്റിൻ്റെ കളേഴ്സ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും പിൻഭാഗത്തും വളരെ കംഫർട്ടബിൾ, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള പിൻഭാഗം, പനോരമിക് സൺറൂഫ് പിൻഭാഗം വരെ വരുന്നുമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നൈറ്റ് എഡിഷൻ്റെ ഉൾഭാഗത്ത് പറയുന്ന മാറ്റങ്ങൾ ഏതാണ്ട് ഒരുപോലെയാണ്. പക്ഷേ എല്ലാ വാഹനങ്ങളിലെയും ഈ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണെന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതോടുകൂടി ക്രെറ്റയുടെ വേരിയൻസ് കഴിഞ്ഞു ഫെസ്റ്റിവൽ സീസണിൽ? ഇല്ല, ഇനിയുമുണ്ട്. ഇനി നമ്മളവിടെ കാണുന്നത് ഇലക്ട്രിക്കിൻ്റെ
നൈറ്റ് കിങ് നൈറ്റ് എഡിഷനാണ്, അതായത് ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള എഡിഷനാണ്. അപ്പോൾ നമുക്കിനി അതുകൂടി കണ്ടിട്ട് അടുത്ത വേരിയൻസിലേക്ക് അടുത്ത മോഡലുകളിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മളിനി ഇവിടെ കാണുന്നത് ക്രെറ്റ ഇലക്ട്രിക് നൈറ്റ് തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ രണ്ടാമത് കണ്ടതും. അതിലൊരു ഗ്രേയിഷ് കളർ ആയിരുന്നെങ്കിൽ ഇത് ഫുൾ ബ്ലാക്ക് ആണെന്നേ ഉള്ളൂ. അത് മാറ്റ് ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഒഴിച്ച് നിർത്തിയാൽ ഇത് തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത യുവാവിനെ ലക്ഷ്യമാക്കി പോകുന്നു. ആ യുവാവിൻ്റെ പേര് അൽക്കസാർ എന്നാണ്. അൽക്കസാർ നമ്മൾ ഈ ക്രെറ്റയുടെ ഒരു 7 സീറ്റർ വാഹനം തന്നെയാണ്. അതിൻ്റെ നൈറ്റ് എന്ന് പറയുന്ന എഡിഷനാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൈറ്റ് എഡിഷനിൽ ഫുൾ മാറ്റ് ഫിനിഷാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ കണ്ടതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു മോഡൽ ഇതാണെന്ന് തോന്നുന്നു. അതിൽ പിയാനോ ബ്ലാക്ക് ഭാഗങ്ങളുമുണ്ട്, അതുപോലെ തന്നെ മാറ്റ് ബ്ലാക്കും കൊടുത്തിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ട് നമുക്ക് കാണാവുന്നത് R18 ഒരു ബ്ലാക്ക് അലോയിൽ വിത്ത് റെഡ് ബ്രേക്ക് കാലിപ്പേഴ്സാണ് പ്രധാനമായിട്ടും എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. പിന്നെ ഉള്ളത് റൂഫ് റെയിൽ ബ്ലാക്ക് പെയിൻറ്റഡായി, അതായത് പിയാനോ ബ്ലാക്ക് ഫിനിഷായി അതിൻ്റെ റൂഫ് റെയിലിന് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ സൈഡിൽ ഈ ബ്ലാക്ക് ORVM വന്നു, അതായത് ഈ സൈഡ് വ്യൂ മിറേഴ്സ് ബ്ലാക്ക് ഫിനിഷായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ റിയർ സ്പോയിലറിന് ബ്ലാക്ക് ഫിനിഷായി എന്നാണ് പറയുന്നത്. നമുക്ക് പിൻഭാഗത്ത് കണ്ടു നോക്കാം. റിയർ സ്പോയിലറിൻ്റെ കാര്യത്തിൽ ബ്ലാക്ക് ഫിനിഷ് ഇതിന് ബ്ലാക്ക് ഫിനിഷ് വന്നിരിക്കുന്നു. അതും പിയാനോ ബ്ലാക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് എന്നുള്ള ഒരു ബാഡ്ജിങ് വന്നിരിക്കുന്നു. ഇത് ടർബോയാണ്, അതുകൊണ്ട് അതിൻ്റെ റെഡ് ബാഡ്ജിങ് അവിടെ വന്നിരിക്കുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു ഏറ്റവും വ്യത്യസ്തമായൊരു രൂപഭംഗി വന്നിരിക്കുന്നത് ഇപ്പോൾ അൽക്കസാറിൻ്റെ കാര്യത്തിലാണെന്നാണ്. അൽക്കസാറിൻ്റെ ഒരു നീളം കൊണ്ടൊക്കെ ആയിരിക്കാം കുറച്ചുകൂടി എഫക്റ്റീവാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളെന്ന് തോന്നുന്നു. അപ്പോൾ അൽക്കസാറിൻ്റെ കാര്യത്തിൽ ഏതിലൊക്കെയാണ് ഈ ഒരു മാറ്റം, ഈ ഒരു വേരിയൻ്റ് ഉള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ 1.5 ലിറ്റർ ടർബോ പെട്രോളിലും അതുപോലെ തന്നെ 1.5 ലിറ്റർ ഡീസലിലും രണ്ടിലും ഈ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് DCT ട്രാൻസ്മിഷനാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും സ്കിഡ് പ്ലേറ്റ് ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അതുപോലെ സൈഡിൽ ഈ ഭാഗത്തും പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഭാഗമാണ് വന്നിരിക്കുന്നത് താഴെ. അപ്പോൾ അങ്ങനെ മാറ്റിൻ്റെയും ഈ ഒരു പിയാനോ ബ്ലാക്കിൻ്റെയും കൂടെ ഒരു ഭംഗി, മിക്സിൻ്റെ ഒരു ഭംഗിയാണ് അൽക്കസാർ കാണാനുള്ളത്. ഇനി ഉൾഭാഗത്തുനിന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ എന്നാണ് പറയേണ്ടത്. അപ്പോൾ റൂഫില്ല കേട്ടോ. റൂഫ് ഹ്യുണ്ടായെ സംബന്ധിച്ച് എന്താ പറയുക, ഒരിക്കലും ബ്ലാക്ക് ആക്കാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. കാരണം ഇവരെല്ലാത്തിനും ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ എന്നൊക്കെയാണ് നമുക്ക് തന്ന ലിറ്ററേച്ചറിലൊക്കെ ഉള്ളതെങ്കിലും ഒന്നും ഫുൾ ബ്ലാക്ക് അല്ലെന്നുള്ളത് റൂഫ് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് ഡാഷ് ക്യാം ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. പിന്നെ പനോരമിക് സൺറൂഫ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്ന കാര്യം. പിന്നെ ഡ്യുവൽ സോൺ AC വന്നിട്ടുണ്ട്. വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ സീറ്റ് പവേർഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് പല സ്ഥലത്തും ഒരു ബ്രാസ് കളർ ലൈനിങ് വന്നിട്ടുള്ളതാണ്. അത് ഈ ലൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അറിഞ്ഞുകൂടാ. എന്തായാലും ഇവിടെയൊക്കെ ആ ഒരു ബ്രാസ് ലൈനിങ് ആണ് വന്നിരിക്കുന്നത്. വളരെ കംഫർട്ടബിൾ സീറ്റാണ് ഈ അൽക്കസാറിൻ്റെ. കാരണം ഇവിടെ കണ്ടില്ലേ നല്ല ഗ്രിപ്പുണ്ട്. അതുപോലെ തന്നെ വെൻറ്റിലേറ്റഡ് സീറ്റാണ്. അതിൻ്റെ സ്വിച്ചൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും എനിക്ക് തോന്നുന്നു ക്രെറ്റയെക്കാളും ഇൻറ്റീരിയർ കുറച്ചുകൂടി ഭംഗിയും കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ഈ വാഹനത്തിൻ്റെ കാര്യത്തിലാണെന്നാണ്. നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അൽക്കസാർ നല്ലൊരു മികച്ച ഒരു തീരുമാനമാണ്. വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡീസൽ എടുക്കുക. മൊത്തത്തിൽ ഹ്യുണ്ടായുടെ പെട്രോൾ എഞ്ചിനുകൾക്ക് അല്പം മൈലേജ് കുറവായതുകൊണ്ട് എപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ ഡീസൽ എഞ്ചിനുണ്ട് അതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കൂടുതൽ ഓട്ടം ഉണ്ടോ എന്ന് നോക്കുന്നതിൽ നല്ലത് ഡീസൽ എഞ്ചിനിലേക്ക് പോകുന്നതായിരിക്കും. കാരണം എപ്പോൾ ഓടിച്ചാലും മൈലേജ് പ്രശ്നമുണ്ടല്ലോ, അങ്ങനെ എപ്പോഴൊക്കെ ആയാലും. അതുകൊണ്ട് തന്നെ ഡീസൽ നന്നായിരിക്കും. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കാണാനുള്ളത്, ഇവിടെ ഈ ഒരു പെഡലുകൾ അതിൻ്റെ കളർ മാറ്റി ഒന്ന് നല്ല സ്പോർട്ടി സ്റ്റീൽ ഫിനിഷ് ആക്കി എന്നുള്ള കാര്യമാണ്. അതും കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് പിൻഭാഗത്തേക്ക് ഒന്ന് കടന്നിരിക്കാം. അപ്പം ഇനി അൽക്കസാർ എന്ന 7 സീറ്ററിൻ്റെ 2ാം നിര സീറ്റിലേക്ക് കടന്നിരിക്കുമ്പോൾ ഒരു മാറ്റവും നമുക്ക് പറയാനില്ല. ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ കൊടുത്തിട്ടുണ്ടല്ലോ. അതായത് ഇവിടെ വയർലെസ് ചാർജിങ് പാഡ്, പിന്നിലേക്ക് AC വെൻറ്റുകൾ, പിന്നെ ഇവിടെ ഈ പതിവ് പോലെ ട്രേ കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ പാസഞ്ചർ സീറ്റ് മുന്നിലേക്ക് ഇലക്ട്രിക്കലി മാറ്റാം. ആംബ്രസ്റ്റ് ഉണ്ട്. ആംബ്രസ്റ്റ് കപ്പ് ഹോൾഡറിലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സീറ്റ് ഫോൾഡ് ചെയ്താണ് നമ്മൾ തേർഡ് റോയിലേക്ക് കയറുന്നത്. അതൊന്നും ഇപ്പോൾ ഇതിൽ കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും സീറ്റിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ആ സൈഡിലൊക്കെ കാണുന്ന ഭാഗങ്ങളിലുമൊക്കെ ആംബിയൻ ലൈറ്റൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനും പനോരമിക് സൺറൂഫ് പിൻഭാഗത്തേക്ക് വന്നിട്ടുണ്ട്.
അപ്പോൾ ക്രെറ്റ പോലെ തന്നെ ഫീച്ചർ റിച്ച് ആണ് ഈ വാഹനം എന്നാണ് പറയുന്നത്. ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ സ്ഥല സൗകര്യമുണ്ട്, 7 പേർക്ക് സഞ്ചരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ അൽക്കസാറിൻ്റെ നൈറ്റ് എഡിഷൻ്റെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ 2 മോഡലുകൾ നമുക്ക് കാണാനുണ്ട്. ഒന്ന് i20 ആണ്, അതിൻ്റെ അടുത്ത് എക്സ്റ്റർ. അതുകൂടെ കണ്ടതിന് ശേഷം ചായയും മറ്റും കുടിക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഗുഡ് ഓൾഡ് i20യുടെ നൈറ്റ് എഡിഷനാണ് നമ്മൾ ഈ കാണുന്നത്. നൈറ്റ് എന്ന് പറയുമ്പോൾ ഫുൾ ബ്ലാക്കും ഉണ്ട്, പിന്നെ നൈറ്റ് എന്ന് പറയുന്ന അർത്ഥം വേറെ ആണെങ്കിൽ പോലും എങ്കിലും ഫുൾ ബ്ലാക്കിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. i20 അല്ലെങ്കിൽ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ്. എന്താ പറയുക, വളരെ സ്പോർട്ടിയാണെന്ന് മാത്രമല്ല വളരെ എലഗൻ ലുക്കുള്ള മോഡലാണ്. അത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈവൻ ലോഗോ പോലും ബ്ലാക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. തന്നെ വല്ല ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. അതിനകത്ത് മാറ്റ് ബ്ലാക്ക് അങ്ങനെയൊന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ തിളങ്ങി കിടക്കുകയാണ്. അതിലെല്ലാം വളരെ എന്താ പറയുക ഭംഗിയുള്ള രീതിയിലുള്ള ഹെഡ് ലാമ്പും അത്തരം കാര്യങ്ങളെല്ലാം വന്നപ്പോൾ കാര്യങ്ങൾ ഉഷാറായിട്ടുണ്ട്. ഇതിൻ്റെ കാര്യത്തിലും വളരെ സ്പോർട്ടി എന്ന് വിളിക്കാവുന്നത് ഈ ഫുൾ ബ്ലാക്ക് അലോയും അതിന് നടുക്ക് കാണുന്ന ആ ഒരു ബ്രേക്ക് കാലിപ്പറിൻ്റെ ഭാഗമൊക്കെയാണ്. ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സ് ആയാലും കൊള്ളാം, റൂഫ് ആയാലും ഈവൻ ഡോർ ഹാൻഡിൽ അങ്ങനെയുള്ളതെല്ലാം ബ്ലാക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പോൾ ഇവിടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡലുകളിലൊന്ന് ഈ ഒരു ഫുൾ ബ്ലാക്ക് എഡിഷൻ നൈറ്റ് എന്നാണ് പേരെങ്കിലും KNI GST ആട്ടോ ഈ ഒരു എഡിഷനാണ്. അതിൽ ഈ ഒരു ഫുൾ ബ്ലാക്കിൽ റെഡൊക്കെ ഇങ്ങനെ തെറിച്ച് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. ഇവിടെയും ലോഗോയൊക്കെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ലോഗോ ബ്ലാക്ക് ആക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ കടുത്ത തീരുമാനമാണെന്ന് പറയാം. കാരണം വാഹനങ്ങളുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗം ഒരു ലോഗോയാണ്, അതും ബ്ലാക്ക് ആക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു ധൈര്യമാണ്. i20 എന്നുള്ള ബാഡ്ജിങ്ങും ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഇവിടെ നൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് അത് വലുതായിട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ സ്പോയിലറിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു ആൻറ്റിന അത്തരം കാര്യങ്ങളും ഫുൾ ബ്ലാക്ക് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ഇൻറ്റീരിയർ നോക്കാം. നമ്മൾ ഇത്രയും നേരം SUV-കളൊക്കെ കണ്ടിട്ട് കയറി ഇരുന്ന് ഇതൊരു കുഴിയിലേക്ക് ഇരിക്കുന്ന പോലെ തോന്നും. കാരണം ഇതൊരു ഹാഷ് ബാക്ക് ആണല്ലോ. പക്ഷേ ഹാഷ് ബാക്ക് ഓടിക്കാൻ അതിൻ്റെതായ രസം വേറെ ഉണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും ഇതിലും ഫുൾ ബ്ലാക്കാണ് എക്സെപ്റ്റ് റൂഫ് നമ്മൾ കാണുന്നത്. അതുപോലെ ഫാബ്രിക് സീറ്റിൻ്റെ ഒരു സുഖം തീർച്ചയായിട്ടും ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഈ ഒരു സ്റ്റീൽ ഫിനിഷുള്ള പെഡലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് ഫിനിഷിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രാസ് ഫിനിഷ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു വെളിച്ചത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളൂ. അത്ര ഇൻസേർട്ടുകൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഡാഷ് ക്യാം അതും അവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഹ്യുണ്ടായുടെ ഈ ഒരു ഏറ്റവും പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ട കാര്യങ്ങളിൽ ഡാഷ് ക്യാമാണ് ഏറ്റവും എഫക്റ്റീവും ഏറ്റവും ഭംഗിയുള്ളൊരു കാര്യമെന്ന് പറയാം. സിംഗിൾ പെയിൻ സൺറൂഫാണ് i20 കൊടുത്തിരിക്കുന്നത്, i20 നൈറ്റ് എഡിഷനിൽ. പിൻഭാഗത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, എങ്കിലും പിൻഭാഗം നമുക്കൊന്ന് കാണാം. അതുപോലെ തന്നെ ഇതിന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും അല്ല. സീറ്റിന് പഴയ പോലെ പിടിച്ച് വലിച്ചൊക്കെ തന്നെ പോകേണ്ടി വരും. പിൻഭാഗത്തിരുന്ന് നോക്കാം. അപ്പോൾ പിൻഭാഗത്തേക്ക് കടന്നിരിക്കുമ്പോൾ ഈ വാഹനം ഏറ്റവും അധികം വിൽക്കാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്, ഈ ഒരു സ്പേസ് തന്നെയാണ്. ഇവിടെ വില ഉയർന്ന സെൻട്രൽ ടണലൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് കാല് വെച്ചിരിക്കാം. 3 പേർക്ക് സുഖമായി ബാക്കി ഇരിക്കുക എന്നുള്ളതും i20യുടെ മറ്റൊരു പ്രത്യേകതയാണ്. പിൻഭാഗത്തേക്ക് AC വെൻ്റ്, ചാർജിങ് പോയിൻറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആംബസ്റ്റ് അത്തരം കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. 2 പേരിരിക്കാനാണ് കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 2 ഹെഡ് റെസ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇത്രയാണ് നമുക്ക് ഈ ഒരു നൈറ്റ് എഡിഷൻ്റെ കാര്യത്തിൽ പറയാവുന്നത്. ഇതിൻ്റെ കാര്യത്തിൽ എക്സ്റ്റീരിയറിലാണ് കാര്യമായ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഫിനിഷുകൾ ബ്ലാക്ക് ഫിനിഷാക്കി മാറ്റിയിരിക്കുന്നത്. ഉൾഭാഗത്ത് നമ്മൾ ഇതുവരെ കണ്ട SUV-കളുടെ അത്രയും മാറ്റങ്ങളൊന്നും ഉൾഭാഗത്ത് പറയാനില്ല.
ഇനി ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട മൈക്രോ SUV എക്സ്റ്ററിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. വളരെ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. പ്രോ എന്നാണ് ഇതിൻ്റെ ഒരു പേര്. എക്സ്ട്രാ പ്രോ എന്നുള്ള പുതിയ വേരിയൻ്റാണ് ഫെസ്റ്റിവൽ എഡിഷൻ എന്ന് പറയാവുന്നത്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് മാറ്റ് ഫിനിഷുള്ള ഒരു വാഹനമാണ്. ഇതിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഇത് കാണിക്കുന്നുണ്ട്. അതായത് സിൽവർ പെയിൻറ്റഡ് സൈഡ് സിൽ ഗാർണിഷാണ്. അതായത് ഈ ബാക്കിൽ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ഭാഗം ഇത് സിൽവർ ഫിനിഷിൽ പുതുതായിട്ട് വന്നിരിക്കുന്നതാണ്. അത് കുറച്ചൊരു സ്പോർട്ടി ഒരു ലുക്ക് സമ്മാനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. അതുപോലെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ അലോയ് വീലിൻ്റെ ഡിസൈൻ. അതും വളരെ ഭംഗിയായിട്ടുണ്ട്, ചെറിയ വാഹനത്തിന് ചേരുന്ന രീതിയിൽ. പിന്നെ ഇവിടെ വീൽ ആർച്ചിന് ഈ ഒരു ക്ലാഡിങ്, വലിയ ക്ലാഡിങ് വന്നിരിക്കുന്നു. അതിലൊക്കെ കുറച്ച് ഭംഗിയുള്ള എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് രസമുള്ള കാര്യമാണ്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ പ്രോ എന്നുള്ള ബാഡ്ജിങ്ങാണ് നമ്മളിവിടെ കാണുന്നത്. അതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമായിട്ടുള്ളത് പ്രോയുടെ കാര്യത്തിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പ്രോ എന്ന് പറയുന്ന സംഭവത്തിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ മാറ്റങ്ങളെന്ന് പറയുന്നത് വലിയ മാറ്റങ്ങളൊന്നും അല്ലെങ്കിലും ഈ ഫെസ്റ്റിവലൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാരെ ഒന്നുകൂടി പ്രൊഡക്റ്റിലേക്ക് ആകർഷിക്കാനുള്ള തന്ത്രമായിട്ട് കണ്ടാൽ മതി. അതിൽ കുറച്ച് കാര്യങ്ങൾ വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ കണ്ട പോലുള്ള കാര്യങ്ങളൊന്നും വലിയ സംഭവമായിട്ട് പറയാനില്ല. എങ്കിലും അതെല്ലാം ഒരു ക്യൂരിയോസിറ്റി ഉണർത്തും. പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ക്യൂരിയോസിറ്റി വരും. ഈ ഒരു ആഘോഷകാലത്ത്, ദീപാവലിയുടെ കാലത്ത് ആൾക്കാർ കൂടുതൽ മോഡലുകളെ ശ്രദ്ധിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇത്തരം സ്പെഷ്യൽ എഡിഷനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഉൾഭാഗത്തിന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഡാഷ് ക്യാം വന്നു എന്നുള്ളതാണ്. ഡാഷ് ക്യാമാണ് ഇപ്പോൾ ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്ററിൻ്റെ ഉൾഭാഗവും വളരെ ഭംഗിയുള്ളൊരു ഉൾഭാഗമാണ്. അത് വളരെ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു വലിയ ഡാഷ്ബോർഡും അതുപോലെ തന്നെ ഫാബ്രിക് സീറ്റും അത്തരം കാര്യങ്ങളൊക്കെയാണ്. ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. നല്ല സീറ്റിംഗ് പൊസിഷനാണ്, നല്ല ഹൈറ്റുള്ള സീറ്റിംഗ് പൊസിഷൻ. അതുപോലെ ഹൈറ്റ് നമുക്ക് മാനുവലിയാണ് ഉയർത്താൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ബ്ലാക്ക് ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത്. നല്ല ഇവിടുത്തെ ടെക്സ്റ്റേർഡായുള്ള ഭാഗങ്ങളൊക്കെ നല്ല ഭംഗിയാണ്. എനിക്ക് ഈ ഒരു ഭാഗവും ഇഷ്ടമാണ്. എക്സ്റ്ററിൻ്റെ നല്ല ഭംഗിയുള്ള കൺസോളും അതുപോലെ ഈ ഒരു സ്ക്രീനിൻ്റെ ഭാഗമൊക്കെ കൊള്ളാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് എക്സ്റ്ററിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഏകദേശം ഈ ഫെസ്റ്റിവൽ സീസണിലെ വാഹനങ്ങളുടെ പരിപാടിയൊക്കെ അവസാനിച്ചെന്ന് തോന്നുന്നു. നമുക്കപ്പോൾ വെളിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഇതിൻ്റെ വിലയൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഫെസ്റ്റിവൽ കാലത്ത് വരുന്ന ഹ്യുണ്ടായുടെ പുതിയ മോഡലുകളും അവരുടെ വേരിയൻസും ഒക്കെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. അങ്ങനെ വലിയ മാറ്റങ്ങളല്ല നമ്മളെ കാത്തിരിക്കുന്നത്. എങ്കിൽ പോലും കുറച്ച് മാറ്റങ്ങൾ നമ്മൾ ക്രൗഡിൽ നിന്നും അല്പം മാറി നിൽക്കാവുന്ന രീതിയിലുള്ള ബാഡ്ജിങ് ഒക്കെ ആയിട്ടുള്ള വാഹനങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതുകൂടി വരുമ്പോഴത്തേക്ക് ഇപ്പോൾ കണ്ടിരിക്കുന്ന ഈ ക്രെറ്റയുടെ വേരിയൻസോട് വരുമ്പോൾ ക്രെറ്റയ്ക്ക് 119 വേരിയൻസ് ആകുമെന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. അതായത് നമ്മളൊരു ക്രെറ്റ വാങ്ങിക്കാൻ വേണ്ടി ഡീലർഷിപ്പിൽ ചെല്ലുകയാണെങ്കിൽ ആകെ കൺഫ്യൂസിങ് ആയിരിക്കും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമ്പോൾ. തന്നെയല്ല നമ്മുടെ സെയിൽസ്മാൻ്റെ ചെവിയിൽ ഒരു ചെമ്പരത്തിപ്പ് കൂടി വെച്ച് കൊടുക്കേണ്ടി വരും. കാരണം അത്രയും കൺഫ്യൂസിങ് ആയിട്ടുള്ള അത്രയധികം വേരിയൻസാണ് ഇപ്പോൾ ക്രെറ്റയ്ക്കൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ക്രെറ്റ നമ്മൾ കണ്ടു, അതുപോലെ ഇലക്ട്രിക് ക്രെറ്റ കണ്ടു, പിന്നെ എക്സ്റ്റർ കണ്ടു, i20 കണ്ടു, പിന്നെ അൽക്കസാർ കണ്ടു. ഇത്രയും വാഹനങ്ങൾക്കാണ് ഇപ്പോൾ സ്പെഷ്യൽ എഡിഷൻ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹ്യുണ്ടായുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവർക്കും വളരെ നേരത്തെ മികച്ച ഒരു ഗംഭീരമായ ദീപാവലി ആശംസിക്കുന്നു. ബൈ.